dear physics learners, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കീം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത് ഫിസിക്സ് ആണ് എനിക്ക് ഏറ്റവും ടഫ് സബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ കീമിനെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പം എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എത്ര ലെവൽ വരെ നമ്മൾ പോകണം. സോ ആ കൺഫ്യൂഷൻസിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ആരും ടെൻഷൻ അടിക്കേണ്ട, ആരും പേടിക്കേണ്ട. ഓക്കെ, സോ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പം നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ കീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീറ്റിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പം നീറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ബുക്കാണ് ചൂസ് ചെയ്യേണ്ടത്, കീമിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ബുക്കാണ് ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഇപ്പം തന്നെ മാറ്റാം. ഇതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. ഇതിലേത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ഒബ്ജക്റ്റീവ് ഫിസിക്സ്, കൺസെപ്റ്റ് ഓഫ് ഫിസിക്സ് വോളിയം 1 and 2 HC ഉണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സ് ഉണ്ട്, പ്രോബ്ലംസ് ഇൻ ഫിസിക്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ബുക്ക് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കീമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കുമ്പോൾ യെസ്, ഓസിലേഷൻസ് ഉണ്ട്, ലോസ് ഓഫ് മോഷൻ ഉണ്ട്, വേവ്സ് ഉണ്ട്, വർക്ക് എനർജി പവർ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, മോഷൻ ഓഫ് സിസ്റ്റം, ഇൻട്രൊഡക്ഷൻ, അങ്ങനെ കുറേ എല്ലാ ടോപ്പിക്സ് ഉണ്ടല്ലോ മിസ്. ഒന്ന് ചെറുതാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാക്കി തരാമോ? ഷുവർ. ഓക്കെ, സോ നമ്മൾ നീറ്റിനല്ല കീമിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ വളരെയധികം വെയിറ്റേജ് വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്, ചാപ്റ്റേഴ്സ് ആണിത്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പം ബേസിക്കലി വളരെയധികം ക്വസ്റ്റ്യൻസ്, ഓക്കെ, വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സോണാണ്. സോ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററും അല്ല ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ വെയിറ്റേജ് ആണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 10% ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഐ മീൻ ഒരു 7 to 10% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓസിലേഷൻസ് ആണ്. ഓസിലേഷൻസിൽ നിന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്സ് ഡെഫിനറ്റ്ലി ഏത് മേഖല നോക്കിയിട്ടുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഡിലീറ്റഡ് ടോപ്പിക്സ് എല്ലാം ഈ എക്സാമിനുള്ളത് കൊണ്ട് ഒപ്റ്റിക്സിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. ദെൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, അത് ഹൈ വെയിറ്റേജ് വരുന്നതാണ്. എല്ലാ വർഷവും ഏകദേശം ഈ പറയുന്ന പോലെ 6 to 7 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് കമ്പയർ. ദെൻ ആറ്റോമിക് ന്യൂക്ലിയസ്, യെസ്, നമുക്ക് ഓൾ ടുഗദർ മോഡേൺ ഫിസിക്സിൽ നിന്നും ഒരു 10 to 12%, ഓക്കെ, യെസ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാ വർഷവും ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ മോഡേൺ ഫിസിക്സിൽ നിന്ന് ചോദിക്കലുണ്ട്. യെസ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഓക്കെ, അതിൽ നിന്നും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഇസ് ആൻ അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ കൈനമാറ്റിക്സിൽ നിന്ന് ചോദിക്കലുണ്ട്. കമ്പാരിറ്റീവ്ലി വർക്ക് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ മറന്നു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെയറായി വന്നിരുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഒരു വർഷം മാത്രം അത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഹൈ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരാം. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെയും വളരെയധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഗ്രാവിറ്റേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഡെപ്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ബട്ട് അതേസമയം NCERT സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞു. ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ ചില വർഷങ്ങളിൽ 3 to 4 ക്വസ്റ്റ്യൻസ്, ചില വർഷങ്ങളിൽ 5 to 6 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളംസിലോ അതുപോലെ തന്നെ ഗോസസിലോ രണ്ടും വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിസം പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് EMF കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സർക്യൂട്ട്സും ഒരുപാട് സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ യെസ്,
ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ലോജിക് ഗേറ്റ്സ് സംഭവങ്ങളൊക്കെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മേജർ ഭയങ്കര ഹൈ വെയിറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം, ഒപ്റ്റിക്സ്, അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മോഡേൺ ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പറഞ്ഞു വരുമ്പം കുറച്ചധികം ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കുറച്ച് ചാപ്റ്റേഴ്സെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, പിന്നെ മൂവിങ് ചാർജസ്, മാഗ്നറ്റിസം, ദെൻ നെക്സ്റ്റ് ഒപ്റ്റിക്സ്, അതുപോലെ മോഡേൺ ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കാനായിട്ട് നോക്കുക, മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് അവിടെ വരുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് ഇത്രയും ചാപ്റ്ററെങ്കിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സ്, ഓക്കെ, അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് KEAM റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. സോ ബേസിക്കലി ദി എൻഡ്, ഓക്കെ, എല്ലാം കഴിയുമ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു, ഇതാണ് ഫോക്കസ്, ഈ ബുക്സ് ഒക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോസ്റ്റ് പ്രോബബിളി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. സോ ആ മെയിൻ ആയിട്ടുള്ള സാധനത്തിന് ആരും മറക്കരുത്. ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും, ഡെഫിനറ്റ്ലി തരുന്നതായിരിക്കും. സോ യെസ്, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.